പ്രപഞ്ച സൃഷ്ടിയുടെ ആദിയിൽ ബ്രഹ്മദേവൻ ലോക സൃഷ്ടിയുടെ ഭാഗമായി നിരവധി ദിവ്യായുധങ്ങൾ നിർമ്മിച്ചു. അവയിൽ ഏറ്റവും പ്രശസ്തമായ ഒരായുധമായിരുന്നു ഗാണ്ഡീവം. അതിമനോഹരവും അതീവ ശക്തിയുമുള്ളൊരു ദിവ്യധനുസ്. ബ്രഹ്മദേവൻ ആദ്യം ഈ ആയുധം ദക്ഷപ്രജാപതിക്ക് സമ്മാനമായി നൽകി. തുടർന്ന് ദക്ഷപ്രജാപതി ചന്ദ്രദേവൻ ഈ ആയുധം കൈമാറ്റം ചെയ്തു. അവിടെ നിന്ന് ആയുധം വരുണദേവന്റെ കൈകളിലേക്ക് എത്തി. പുതിയ അവകാശി വരുന്നതെന്ന് നോക്കി വരുണദേവൻ ദശാബ്ദങ്ങൾ ഗാണ്ഡീവത്തെ സൂക്ഷിച്ച് സംരക്ഷിച്ചു പോന്നു. എങ്ങനെയാണ് ഗാണ്ഡീവം അർജുനന്റെ കൈകളിലെത്തിയത്? മഹാഭാരതത്തിൽ പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥ നഗരം സ്ഥാപിച്ചപ്പോൾ നഗരത്തിന് സമീപം ഒരു വലിയ കാടുണ്ടായിരുന്നു, താണ്ഡവവനം. ഈ കാടിലെ സംരക്ഷകനായി തക്ഷകൻ എന്ന നാഗരാജാവും മറ്റ് ദേവതകളും ഗന്ധർവന്മാരും ഉണ്ടായിരുന്നു. അവർ തന്നെയായിരുന്നു ഈ വനത്തെ സംരക്ഷിച്ച് പരിരക്ഷിച്ചു പോയിരുന്നത്. എന്നാൽ അഗ്നിദേവന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, താണ്ഡവവനം മുഴുവൻ ദഹിപ്പിക്കണമെന്ന ആഗ്രഹം. എന്തിനെന്നാൽ അഗ്നിദേവന്റെ ഭുജശക്തി കുറഞ്ഞു പോയിരുന്ന സമയമായിരുന്നു. സ്വന്തം ശക്തി വീണ്ടെടുക്കാൻ താണ്ഡവവനം മുഴുവൻ അഗ്നിക്ക് ദഹിപ്പിക്കേണ്ടിയിരുന്നു. അഗ്നിദേവൻ കൃഷ്ണനെയും അർജുനനെയും സമീപിച്ച് അപേക്ഷിച്ചു, ഒരു കാട് കത്തിക്കാൻ എന്നെ സഹായിക്കണേ. ദേവതകളും ഗന്ധർവന്മാരും എന്നെ തടയും, നിങ്ങളാണ് എൻ്റെ സഹായികൾ. കൃഷ്ണാർജുനന്മാർ അതിന് സമ്മതിച്ചു. എന്നാൽ അഗ്നിദേവൻ അവരോടായി പറഞ്ഞു, നിങ്ങൾക്ക് ദിവ്യായുധങ്ങൾ വേണം, ഇല്ലാത്ത പക്ഷം ഈ ദൈവിക പ്രതിരോധങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശന ചക്രം കൈകളിലേന്തി. എന്നാൽ അർജുനന്റെ പക്കൽ ദിവ്യായുധങ്ങളൊന്നും തന്നെ ഇല്ല. തൻ്റെ കാത്തിരിപ്പിന് വിരാമമായി എന്ന് മനസ്സിലാക്കിയ വരുണദേവൻ നിസ്സഹായനായി നിന്ന് അർജുനന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അർജുനന് ഗാണ്ഡീവം എന്ന ദിവ്യധനുസും അതിനോടൊപ്പം അനേകം ദിവ്യബാണങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അർജുനനും കൃഷ്ണനും ഒരുമിച്ച് മുന്നേറി ഇരുവരും ചേർന്ന് മഹായുദ്ധം ആരംഭിച്ചു. ദേവതകൾ, ഗന്ധർവന്മാർ, അസുരന്മാർ എന്നിങ്ങനെ എല്ലാവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു. തക്ഷകൻ തൻ്റെ മകനോടൊപ്പം വനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ അശ്വസേനൻ അർജുനനോട് പക പോക്കാൻ ആഗ്രഹിച്ചു. ഒരുപാട് ജീവജാലങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു, എന്നാൽ പലതും അഗ്നിക്ക് ഇരയായി. അർജുനൻ ഗാണ്ഡീവം ഉപയോഗിച്ച് അനേകം ശക്തിശാലികളെ പരാജയപ്പെടുത്തി. കൃഷ്ണൻ തൻ്റെ ചക്രത്തിൻ്റെ സഹായത്തോടെ യുദ്ധഭൂമിയിൽ അഗ്നിദേവനെ സംരക്ഷിച്ചു. ഒടുവിൽ കാണ്ഡവവനം മുഴുവൻ അഗ്നിയിൽ അർപ്പിച്ചു. അഗ്നിദേവൻ അതിനാൽ തന്നെ ശക്തനായി തിരിച്ചുപോയി. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും പരാജയപ്പെടുത്തിയത് ഈ ഗാണ്ഡീവം കൊണ്ടാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ രാജ്യം ഉപേക്ഷിച്ച് വനത്തിൽ പ്രവേശിക്കുകയും സ്വർഗാരോഹണത്തിന് തയ്യാറാവുകയും ചെയ്തു. അർജുനൻ സന്ധ്യാനേരത്ത് ഗംഗയുടെ തീരത്ത് തൻ്റെ പവിത്രമായ ധനുസായ ഗാണ്ഡീവം കൈകൾ ഉയർത്തിപ്പിടിച്ചു നിന്നു. പക്ഷേ അപ്പോൾ അർജുനന്റെ കൈകൾക്ക് പോലും ഗാണ്ഡീവത്തിന്റെ ഭാരം താങ്ങാനാവാതെയായി. പഴയ ദിവ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ചെറുപുഞ്ചിരിയോടെ സ്വയം പറഞ്ഞു, നീ നിന്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞു ഗാണ്ഡീവമേ, ഇനി തിരിച്ചു പോവുക. അർജുനൻ നിമിഷം തികഞ്ഞ ഹൃദയത്തോടെ ഗാണ്ഡീവത്തെ ഉയർത്തി ഗംഗയുടെ മാറിലേക്ക് ഗാണ്ഡീവത്തെ നിക്ഷേപിച്ചു. ഒരു നിമിഷം ജലത്തിൽ പ്രകാശം വിരിഞ്ഞു. നക്ഷത്രങ്ങൾ പോലെ ഗാണ്ഡീവം പ്രകാശിച്ചു. ശേഷം നിശബ്ദതയോടെ ദിവ്യതയിലേക്ക് താഴ്ന്നുപോയി. അർജുനൻ ദീർഘശ്വാസം വിട്ടു. ഗാണ്ഡീവം മഹത്തായ ദൈവങ്ങളുടെ ലോകത്തേക്ക് ചേർന്നിരിക്കുന്നു.